അല്ലാതെ ഈമാനും അവരുമായി ബന്ധമുണ്ട് എന്നത് വെള്ളിയുടെ ബന്ധമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത് ദീനാണ്. ചിന്തിക്കണം. അപ്പോൾ ഒറ്റവട്ടം കൂടി ഒരു 3 വട്ടം കൂടി പറയാം, എന്നിട്ട് അവിടെ നിന്ന് പോകാം. അപ്പോൾ ഇതിനൊക്കെ ഖുർആൻ ചിന്തിക്കാൻ വേണ്ടിയല്ലേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു ചിന്തിപ്പിക്കാൻ ഒക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയും വഴിയുണ്ട്, ഒരുപാട് വഴിയുണ്ട് ദീനിൽ, ഒരുപാട് വഴിയുണ്ട് ദീനിൽ. ഒരു വഴി നിരാകരിക്കണ്ട. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. ഒന്നും കൂടെ. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. അവ മറക്കരുത്. ജാബിർ പറയുന്നു റളിയല്ലാഹു അൻഹു, പാത്തേള് കടിച്ച ആള് മരിക്കാനാവുന്ന സമയം വിഷമായപ്പോൾ ഒരാൾ ചോദിച്ചു നബിയോട്, നബി അർഖി, ഞാൻ അയാൾക്ക് മന്ത്രിക്കട്ടെ. ഫഖാല മനിസ്തതാ മിൻകും യൻഫഅ അഖാഹു ഫൽയഫഅൽ. സഹോദരന്മാർക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നവരൊക്കെ ചെയ്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നാൽ മന്ത്രത്തെ നിഷേധിച്ചിട്ടുണ്ട്. അത് ഏത് മന്ത്ര? ഷിർക്കിന്റെ മന്ത്രമാണ്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ലാത്ത ഉസ്സ മനാത്തയെ കൊണ്ടൊക്കെയുള്ള ഷിർക്കിന്റെ മന്ത്രങ്ങൾ ആ കാലത്തുണ്ടായിരുന്നല്ലോ, അതിനെയൊക്കെ എതിർത്തിട്ടുണ്ട്. എന്നാൽ ഖുർആനിന്റെ കാര്യമാണ് ഈ പറഞ്ഞ. ഇത് സ്വഹീഹ് മുസ്ലിം. ഒരു ഹദീസിന്റെ വഴിപ്പുറത്ത് കാണുമ്പോഴത്തിന് അതാണ് മൊത്തം ഹദീസ് മനസ്സിലാക്കണ്ട, എന്നിട്ട് അപ്പുറത്തെ ഹദീസ് നോക്കണം, എന്നിട്ട് എന്താണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെട്ട് മനസ്സിലാക്കൽ വിശ്വാസികളുടെ കടമയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തിനെ ഖാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിർ റുഖയതി വയൻഫസു അലൽ മരീളി. മന്ത്രിച്ചിട്ട് രോഗിയുടെ മേൽ ഊതൽ റസൂലുള്ളാഹിന്റെ പതിവായിരുന്നു. ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ ഊത്തിൽ അയാളുടെ രോഗാണുക്കൾ ഉണ്ടാവും. നീ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് നീ മതത്തിൽ കമ്മ്യൂണിസം പറഞ്ഞുണ്ടാക്കല്ലേ മനുഷ്യ? അതൊക്കെ നോക്കി, അതാ കാര്യം. ഇതൊക്കെ നടക്കുന്ന കാര്യം. നിന്റെ ബുദ്ധിയാണോ മതമെന്ന് പറയുന്നത്? ബുദ്ധിയാണെങ്കിൽ സുബഹിക്ക് 4 റക്അത്തും ളുഹറിന് 2 റക്അത്തും നല്ലത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ. കാരണം സുബഹിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, ളുഹറിന് തീരെ അരമണിക്കൂർ കൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങണം, മൂക്കിൽ വെള്ളം ചീറ്റണം, എന്നിട്ട് ഒന്നും എടുക്കണം, അതിൻ്റെ ഇടയ്ക്ക് അട്ടിപ്പാത്രം കച്ചവടക്കാരൻ്റെ ഓഫീസർ എല്ലാവർക്കും നേരെ ആകെ 3/4 മണിക്കൂർ ഒന്ന് വയറ്റിക്ക് വല്ലതും കയറി കഴിഞ്ഞാൽ പാലക്കാട്ടുകാർ നമുക്കൊരു പാഠം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, കുറച്ച് നേരം ഒന്ന് നിറഞ്ഞൊരു ലേശമെങ്കിലും നേരം ഒന്ന് കിടക്കണം. ആകെ ഉള്ളത് 3/4 മണിക്കൂർ. അതിൻ്റെ ഇടയിൽ എന്തും വേണമെന്നറിയോ? മുന്നിലും പിന്നിലും സുന്നത്തും ഫർള് 4. മറ്റേത് പിന്നിൽ തീരെ സുന്നത്തേല്ല, മുന്നിൽ 2 റക്അത്ത്, എന്നിട്ട് ഫർളും 2 റക്അത്ത്. 5 മണിക്ക് എണീറ്റാൽ 10 മണിക്കാണ് ഓഫീസ് തുടങ്ങുക. 5 മണിക്കൂർ പന്തളിക്കാൻ നേരം. മനസ്സിലായില്ല? ഇഷ്ടം പോലെ. എന്നിട്ട് എന്തേ? അപ്പം മനുഷ്യൻ്റെ ബുദ്ധിയിൽ നല്ലത് സുബഹിക്ക് 4 റക്അത്തും ളുഹറിന് 2 റക്അത്ത്. എൻ്റെ ബുദ്ധിയല്ല ഇവിടെ നടക്കണം, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അള്ളാൻ്റെ എങ്ങനെ പറഞ്ഞാൽ ഞാനും നീയും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് അള്ളാഹിൻ്റെ തീരുമാനം, അങ്ങനെയാണ്. അപ്പം ആ തീരുമാനത്തിന് വിടാം. നമ്മൾ അബ്ദാൻ. അള്ളാഹു തന്നെ പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അള്ളാഹിൻ്റെ ഏറ്റവും വലിയ മഹാനായ മുഹമ്മദ് നബിയെ വരെ പറഞ്ഞത് അബ്ദ് എന്നാണ്. അപ്പം ഈമാനുള്ള മനുഷ്യർ ചിന്തിക്കണം. ഹബീബ റസൂലുള്ളാഹി മന്ത്രി ചോദിയിരുന്നു. മുസ്തഫ നബിയുടെ പതിവായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറയുന്നു, അജ്മഉ അലാ ജവാസിൻ നഫസി ഫിർ റുഖയ. മന്ത്രി ഊതൽ നല്ല കാര്യമാണെന്ന കാര്യത്തിൽ അജ്മഅൽ ഉമ്മ, അജ്മഅത്തിൽ ഉമ്മ, ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിച്ച കാര്യമാവുന്നു. ശറഹ് മുസ്ലിമിന്റെ വകയല്ല, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാ ശറഹ് മുസ്ലിം. മന്ത്രി ചൂടാമെന്ന കാര്യത്തിൽ, മന്ത്രത്തിന്റെ കാര്യത്തിൽ അജ്മാഅത്തിൽ ഉമ്മ ഇജ്മാഇനെ നിഷേധിക്കൽ ഭീമമായ തെറ്റാണ്, ഹറാമാണ്. ഇജ്മാഇനെ ഇസ്തിഗ്ഫാഫ് ചെയ്താൽ അത് കുഫർ വരെ സംഭവിക്കാൻ കാരണമാകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം. അജ്മാഅത്തിൽ ഉമ്മ. അപ്പോൾ പിന്നെ ഒരു ചോദ്യം, ബിറബ്ബിൽ ഫലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. കെട്ടുകളിൽ കെട്ടുകളിൽ ഓടുന്നവരെ വിമർശിച്ചുകൊണ്ട് ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ. അതിനാദ്യം മറുപടി പറയുന്നതിന് മുമ്പ് നീ ചിന്തിക്കേണ്ടത് ഈ ആയത്തിറങ്ങിയ തന്നെ മന്ത്രിക്കാൻ വേണ്ടിയാ. ഈ ആയത്ത് ഓതിയിട്ട്, ഈ 11 ആയത്ത് ഓതിയിട്ട്
മനസ്സിലാക്കണം. ഈ 11 ആയത്ത് ഓതിയിട്ട് മുഖറബായ ജിബ്രീൽ രോഗിയായ റസൂലുള്ളാഹിനെ മന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 സൂറത്ത് ഇറങ്ങിയത്. ഖുർആനിൽ 2 സൂറത്ത് കൂടെ ഇറങ്ങിയ വേറെ സൂറത്ത് ഇല്ല. ആകെ ഈ 2 സൂറത്താ. ഒന്ന് ഫലക്കും, ഒന്ന് നാസ്. അതിന് സംഘനാമമുണ്ട്. മനസ്സിലായില്ല? സംഘനാമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതിനെന്ത് ഉണ്ട്? അതിന് തന്നെ എന്തായി പറയുന്നത്? എന്താ പറയുന്നതെന്നൊന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നീ എന്തായി പറയുന്നത്? നിനക്ക് ബോധം വേണം. കെട്ടുകളിലൂടെ വരെ പറ്റി വിമർശിച്ചുകൊണ്ട് ആയത്തുണ്ടല്ലോ. ഈ ആയത്തിറങ്ങിയത് തന്നെ ഊതാൻ വേണ്ടിയാ. അപ്പോൾ പിന്നെ ആ ഊത്തേതാ? അത് ശിർക്കിന്റെ ഊത്താവുന്നു. അത് ലബീദ് ഇബ്നു അസം എന്ന ജൂതനായ കള്ളൻ ലഅനത്തുല്ലാഹി അലൈഹി ഹബീബായ റസൂലുള്ളാഹിക്കെതിരിൽ സിഹർ ചെയ്തതിനെ ബാത്തിലാക്കി മന്ത്രിക്കാൻ വേണ്ടിയാണ് 11 ആയത്തിറങ്ങിയത്. 11 കെട്ടുകൾ വെച്ചിരുന്നു. ഇതിലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നത്. 11 കെട്ടിട്ടിരുന്നു. ഈത്തപ്പനിയുടെ ഒരു കൊലയിൽ 11 കെട്ടിട്ടിട്ട് അങ്ങനെയാണ് ബനൂ സുറൈഖ് കബീലക്കാരുടെ കുളത്തിന്റെ അടിയിലുള്ള ഒരു കല്ലിന്റെ ചോട്ടിൽ കൊണ്ടുപോയി റസൂലുള്ളാഹിക്കെതിരെ മാരണം ചെയ്തു. അതിനെ ബാത്തിലാക്കാൻ വേണ്ടിയാണ്. 11 കെട്ടായിരുന്നു. അതിനെ ബാത്തിലാക്കാൻ വേണ്ടിയാണ് 11 ആയത്ത്. ഫലഖിൽ 5, നാസിൽ 6. നിങ്ങൾക്ക് മനസ്സിലാണ്ട് പറഞ്ഞത്? അവൻ ശിർക്കിന്റെ ജപങ്ങൾ ചെയ്ത് കെട്ടി സിഹർ ചെയ്തു റസൂലുള്ളാഹിക്കെതിരെ. അതിനെ ബാത്തിലാക്കാൻ ഖുർആൻ ഇറക്കിയ മന്ത്രമാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. ഒരു കാര്യം പറയുമ്പോൾ അത് ചിന്തിക്കണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ കബീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൻ നഫത ഫിൽ ഉഖദി, കെട്ടുകളിൽ ഊതുക എന്ന് പറഞ്ഞത് ഇന്നമാ യകൂനു മദ്മൂമൻ, അത് വിമർശിക്കപ്പെടുന്നതായത് ആകുന്നത് ഇദാ കാന സിഹ്റൻ മുളിറൻ, അത് സിഹറിന്റെ ഊത്താണെങ്കിലാണ്. എന്നാൽ വഅമ്മാ ഇദാ കാന നഫസു ലിഇസ്ലാഹിൽ അബ്ദാനി വൽ അർവാഹി വജബ അല്ലാ യകൂന ഹറാമാ, നന്മക്ക് വേണ്ടി ഖുർആൻ ഹദീസ് കൊണ്ടുള്ള ഊത്ത് ഹറാമാവാതിരിക്കൽ നിർബന്ധമാണ്. അതൊരിക്കലും ഹറാമേ അല്ല. അതിനു വേണ്ടിയാണ് ഇത് ഇറങ്ങിയത് എന്ന് തഫ്സീറുൽ കബീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നൻ നഫസ ഫിൽ ഉഖദി ഇന്നമാ ഉരീദ ബിഹി സിഹ്റൽ മുളിറ ബിൽ അർവാഹി, അതാണ് പറഞ്ഞത്. സിഹറിന്റെ ഊത്താണ് പറഞ്ഞത്. വഹാദൻ നഫസു, നമ്മൾ ഊതുന്ന ഈ ഖുർആന്റെ ഊത്തോ അതിൽ ഇസ്ലാഹിൽ അബ്ദാനി, അത് ശരീര നന്മക്ക് വേണ്ടി ചെയ്യുന്നതാണ്, മുഅ്മിനിന്റെ നന്മക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഫലാ യുഖാസു മാ യൻഫഉ, ഉപകാരമുള്ളതിനെ താരതമ്യപ്പെടുത്തരുത്. ബിമാ യുളിറു, ഉപദ്രവത്തിന്റെ വസ്തുവിനോട്. ഇവിടെ താരതമ്യം പോലും ചെയ്യാൻ പാടില്ല. അത് ഭീമമായ തെറ്റാണെന്ന് ജാമിഅ അഹ്കാമിൽ ഖുർആനിൽ മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കണില്ല, ചിന്തിക്കണം. എല്ലാം കൂടെ അങ്ങനെ വിമർശിച്ചിട്ട് നമ്മൾ മാത്രം നല്ലോര് എന്ന് പറഞ്ഞ് നടക്കരുത്. വേറെ ഒരുപാടുണ്ട്. ഒരുപാട് സുല്ലന്നെ മന്ത്രിച്ചൂടിയ എത്ര സംഭവം. ഒരു സംഭവം പറയാ. അന്ന ഹുബൈബ് ബിൻ ഹബീബ് ബിൻ യസാഫിൻ ഉസൈബ യൗമ ബദരിൻ, ഒരു പ്രഗൽഭനായ സ്വഹാബിക്ക് ബദർ ദിവസം വെട്ടുകൊണ്ടു. ബിളിർബത്തിൻ അലാ ആതിഖി, പെരടിയിലേക്ക് വെട്ട് കിട്ടി. നിങ്ങളിൻ്റെ കൂടെ അല്ലേ? ഒരു സ്വഹാബിക്ക് ബദർ യുദ്ധത്തിനിടയിൽ പെരടിയിൽ വെട്ടുകൊണ്ടു. ഹത്താ മാല ശിഖുഹു, ഒരു ഭാഗം ഇങ്ങോട്ട് തൂങ്ങി. മാല പറഞ്ഞാൽ ചെരിഞ്ഞു, തൂങ്ങി, ഇങ്ങനെ ചെരിഞ്ഞു ഒരു ഭാഗം. അദ്ദേഹത്തെ ഹബീബായ നബി യുദ്ധക്കളത്തിൽ നിന്ന് പെട്ടെന്ന് മടക്കി വിളിച്ചു. എന്നിട്ട് അത് മാറുന്നവരെ ഊതി. മനസ്സിലായില്ല? അദ്ദേഹത്തിന്റെ അത് മാറുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചൂതിട്ട് രോഗാണ് മാറ്റി കൊടുത്തു എന്ന് മുസന്നഫ് ഇബ്നു അബീ ശൈബ വാഖിഅത്തു ബദർ എന്ന അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വേറെയും സംഭവമുണ്ട്. നോക്കൂ. ഗോത്രക്കാരിയായ പെണ്ണ് നബിയുടെ അരികിൽ വന്നു. ആ പെണ്ണിന്റെ ഒപ്പം ഒരു കുട്ടി ഉണ്ടായിരുന്നു. മിണ്ടൂല, കുട്ടി വർത്താനം പറയില്ല. അങ്ങനത്തെ രോഗം ഉണ്ടായിരുന്നു. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അരികിൽ, ഖസ്അം ഗോത്രക്കാരിയായ പെണ്ണ് നബിയുടെ അരികിൽ വന്നു. എൻ്റെ കുട്ടിക്ക് വർത്താനം പറയാൻ കഴിയണില്ല നബി എന്ന് പറഞ്ഞു.